തൃശൂർ ATM കവർച്ചാ കേസിൽ പിടിയിലായത് ഹരിയാന പാൽവാർ ജില്ലക്കാരെന്ന് സേലം DIG. 5 പേരെ കസ്റ്റഡിയിലെടുത്തു. ഒരാൾ മരിച്ചു, ഒരാൾ ചികിത്സയിലുണ്ട്. ഗൂഗിൾ മാപ്പിൽ ATMകൾ തിരഞ്ഞ് കവർച്ച നടത്തുന്നതാണ് സംഘത്തിന്റെ രീതി. പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷം പ്രതികളെ കേരള പോലീസിന് കൈമാറുമെന്നും DIG അറിയിച്ചു. இவங்க ATM ஃபோக்கஸ் பண்ணி ATM பணத்தை திருடுறது தான் இவங்களோட எமு. இவங்க பெரும்பாலும் ஹரியானாவில் பல்வால் டிஸ்ட்ரிக்ட் இப்போ நம்ம செக்யூர் பண்ணியிருக்கவங்க ஒரு 5 பேர் பல்வால் டிஸ்ட்ரிக்ட்டும் இன்னொன்று நூ டிஸ்ட்ரிக்ட்னு சொல்லிட்டு இந்த 2 டிஸ்ட்ரிக்டை சேர்ந்தவங்களாம் இருக்கிறாங்க. இனி ஃபர்தராக நம்ம என்கொயரியில் தான் இவங்களோட ரோல் என்ன ஏது அப்படிங்கிறது நம்ம கண்டுபிடிக்கணும். இப்போதைக்கு அந்த அடிப்பட்டவரை நம்ம கோயம்புத்தூர் மருத்துவமனையில் சேர்த்து அவர்களுடைய ட்ரீட்மெண்ட் கொடுக்கறதுக்கான முயற்சி நடந்துட்டுருக்கு. அதை தொடர்ந்து மற்றவங்ககிட்டையும் நம்ம இன்ட்ரோகேஷன் பண்ணிகிட்ருக்கோம். இதனுடைய என்கொயரினோட முடிவில் மற்ற தகவல்கள் உங்களுக்கு தரும். இது ஜுடிஷியல் என்கொயரி சம்மந்தப்பட்டதுங்கிறனால அது SOCலே இருக்கிறனால இப்போ JM இது பண்ணதுக்கப்புறமா என்கொயரி பண்ணதுக்கப்புறம் நம்ம கேஷை അതിസാഹസികമായാണ് തമിഴ്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. സിനിമാ സ്റ്റൈലിൽ നടന്ന ഏറ്റുമുട്ടലൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രേക്ഷകർ കണ്ടതാണ്. ഇത്തരം കവർച്ചകളിൽ വൈദഗ്ധ്യമുള്ള സംഘമാണിവർ എന്നും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നിഗമനത്തിലേക്ക് എത്തുന്നു. നാമക്കലിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തൃശൂരിലെ 3 ഇടങ്ങളിൽ നിന്ന് ഏതാണ്ട് 65 ലക്ഷത്തോളം രൂപ കവർന്ന സംഘം സഞ്ചരിച്ച കണ്ടെയ്നറാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം. അതായത് ഈ കണ്ടെയ്നർ വിവിധ ഇടങ്ങളിൽ ഒരു ബൈക്ക്, കാറുകൾ ഇവയെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നിർത്താതെ പോയ ഈ വാഹനത്തെ നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് ഈ കണ്ടെയ്നറിനുള്ളിൽ ആളുകളുണ്ട് എന്നുള്ള വിവരം അവർക്ക് ലഭിക്കുന്നു. അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അന്വേഷണ സംഘം ഈ വനത്തിനകത്തേക്ക്, അതായത് അവിടെ വെച്ചാണ് ഈ എൻകൗണ്ടർ നടന്നത്, ആ സ്ഥലത്തേക്ക് ഈ അന്വേഷണ സംഘം പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വനത്തിനകത്തേക്ക്, അതായത് ഈ പോലീസ് സംഘം ഇവിടെ എത്തിയെന്ന് തിരിച്ചറിഞ്ഞ ഈ സംഘത്തിലുണ്ടായിരുന്ന 7 പേരിൽ ചിലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അതിനിടയിലാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ആ വന മേഖലയിൽ വെച്ചാണ് ഇവർ വെടിയേൽക്കുന്നത്. അവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. 7 പേരാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. മറ്റൊരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാളും ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. 2 പോലീസുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവർ പരിക്കേറ്റ് അവർ ആശുപത്രിയിലാണ് ഉള്ളത്. ബാക്കി 5 പേർ ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട്. നാമക്കൽ പോലീസിന്റെ പിടിയിലുണ്ട് ഈ 5 പേർ. ഈ സംഭവത്തെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. മറ്റേതെങ്കിലും കേസുമായി ഇവർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോരുകയാണ് എന്നുള്ളതാണ് DIG ഉമ, സേലം DIG ഉമ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ കണ്ടെയ്നറാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന, ഈ കണ്ടെയ്നറിലാണ് ആ സംഘം ഉണ്ടായിരുന്നത്. അതിനകത്ത് ആ കണ്ടെയ്നറിനകത്താണ് ഈ സംഘം ഒളിച്ചിരുന്നത്. ആ സംഘത്തെ വളരെ ആസൂത്രിതമായി, സാഹസികമായാണ് ഈ പോലീസ് സംഘം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ വാഹനം കിടക്കുന്നത് അല്പം മുൻപുള്ള ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള വാഹനം ഇടിച്ച് അവിടുത്തെ ആളുകളെ പ്രയാസപ്പെടുത്താൻ ഇവർ ശ്രമിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പിന്തുടർന്നവരെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഹരിയാന സ്വദേശികളായിട്ടുള്ള ഈ കൊള്ള സംഘമാണ് കാറിലെത്തി കവർച്ച നടത്തിയ ശേഷം കാറ് ഈ കണ്ടെയ്നറിനകത്ത് ഒളിപ്പിച്ച് ഇവർ കടന്നു കളയാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. വാഹനങ്ങളിൽ ഇടിച്ചതോടുകൂടിയാണ് നാമക്കൽ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടികൂടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ATMൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷത്തോളം രൂപ ഈ കൊള്ളക്കാരിൽ നിന്ന് പിടികൂടിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു, അക്ഷരാർത്ഥത്തിൽ ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെയായിരുന്നു ഇവരുടെ ഈ തട്ടിപ്പും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നത്. അതിനെയാണ് വളരെ ആസൂത്രിതമായി പോലീസ് പൊളിച്ചു കയ്യിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. കാരണം ഈ എൻകൗണ്ടർ നടന്നതിന് സമീപത്തായാണ് അന്വേഷണ സംഘം നിലവിൽ എത്തിയിട്ടുള്ളത്. ഈ സംഘം ഇവിടെ നിന്ന് പോലീസിനെ കണ്ട ഉടനെ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും തുടർന്നാണ് ഒരു എൻകൗണ്ടർ ഇവിടെ നടന്നതും ഒരു പ്രതി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും. ATM കൊള്ളയ്ക്കായി ഇവർ എത്തിയിരുന്നത് കാറിലാണ്. ഇതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ്, ഈ കാറുമായി റോഡിലിറങ്ങിയാൽ പിടിയിലാകുമെന്ന് ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ കണ്ടെയ്നറിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. എന്തായാലും അവിടെ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഘത്തെ ഉടൻ കോടതിയിൽ ഹാജരാക്കില്ല. അവരെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘവും ഇപ്പോൾ ഈ നാമക്കലിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർക്ക് പക്ഷേ ഉടനെ പ്രതികളെ കൈമാറാൻ സാധ്യതയില്ല. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അവരെ വിട്ടു നൽകൂ എന്നുള്ളതാണ് ഇവിടുത്തെ പോലീസ് വ്യക്തമാക്കുന്നത്. നാമക്കലിൽ നിന്ന് രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24. കൂടുതൽ വിവരങ്ങളുമായി നാമക്കലിൽ നിന്ന് നിഖിൽ പ്രമേഷ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഈ കവർച്ചാ സംഘത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട് സേലം DIG.
അവർ ഹരിയാന സ്വദേശികളാണ്. അവരുടെ കവർച്ചാ രീതി മുമ്പും ഇത്തരം വൈദഗ്ധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ കവർച്ചകൾ നടത്തിയിട്ടുള്ളവരാണവർ. അവരുടെ ആ രീതി അതിനെ സംബന്ധിച്ചൊക്കെ DIG വിശദീകരിക്കുന്നുണ്ടോ? കേരള പോലീസിന് എപ്പോഴേക്ക് കൈമാറാനാണ് ആലോചിക്കുന്നത് നിഖിൽ പ്രമേഷ്? ശ്രീജിത്ത്, കേരള പോലീസ് ഇതിനോടകം തന്നെ സേലത്തെത്തിയിട്ടുണ്ട്. നാമക്കലിൽ നിന്ന് അവർ സേലത്തേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ സംഘത്തെക്കുറിച്ച് സേലം DIG വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവർ അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളല്ല. ഈ ഗൂഗിൾ മാപ്പിൽ ഇത്തരത്തിൽ SBIയുടെ ATMകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത്. SBIയുടെ ATMകൾ അവർ പദ്ധതിയിട്ട സ്ഥലത്ത്, അതായത് എവിടെയാണ് അവർ ഈ മോഷണം പദ്ധതിയിട്ടത് അതിനോട് ചേർന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണോ അത് എന്ന് ആദ്യം തിരിച്ചറിയുന്നു. ഈ ഇടങ്ങളിലേക്ക് ഈ സംഘം എത്തുന്നു. അവർ കാറിലാണ് പോവുക. അവിടെ വെച്ച് ഈ കാറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ അവർ അടുത്ത വാഹനങ്ങളിലേക്ക് മാറും. അതേ പദ്ധതിയുടെ അതേ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു കാറോടുകൂടി കണ്ടെയ്നറിലേക്ക് മറികടക്കുക എന്നുള്ളത്. 3 ATM കേന്ദ്രങ്ങളിൽ നിന്നുമായി 65 ലക്ഷം രൂപയാണ് ഇവർ കവർന്നത്. ഈ പണവുമായി ഇവർ കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഘം പിടിയിലാകുന്നത്. ഒരുപക്ഷെ ഈ വാഹന അപകടങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതായത് ഈ കണ്ടെയ്നർ ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിവിധ വാഹനങ്ങളിലും മറ്റും ഇടിച്ച് ആളുകൾ പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർ കടന്നു കളഞ്ഞാൽ, ഇവർ ഈ പണവുമായി മുൻപ് നടത്തിയിട്ടുള്ള മോഷണങ്ങൾക്കൊക്കെ സമാനമായ രീതിയിൽ തന്നെ ഇവർ ഇവിടുന്ന് കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും സംഭവിച്ചത് ഇങ്ങനെയാണ്. മോഷണം നടത്തി ഇന്ന് രാവിലെ പാലക്കാടും കോയമ്പത്തൂരും ഒക്കെ കടന്ന് ഈ സംഘം ഏതാണ്ട് 10 മണിയോടുകൂടി ഈ നാമക്കൽ പ്രദേശത്തെത്തുന്നു. അവിടുത്തെ ഗ്രാമമേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അതിവേഗതയിൽ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കണം വിവിധ വാഹനങ്ങളിൽ ഇടിക്കുന്നു. ഒന്നും രണ്ടുമല്ല, നിരവധി വാഹനങ്ങളിൽ ഇവരുടെ കണ്ടെയ്നർ ഇടിക്കുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു. തുടർന്ന് ഈ നാട്ടുകാർ വിവരം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് പള്ളിപ്പാളയം പോലീസ് ഇവരെ ചേസ് ചെയ്ത് പിടികൂടുന്നത്. അമിത വേഗതയിൽ ഇവർ കടന്നു പോവുകയാണ്. ഒരു വിജനമായ മേഖലയിൽ വെച്ചാണ് അവരെ പിടികൂടുന്നത്. ആ സ്ഥലത്ത് വെച്ച് കണ്ടെയ്നറിനെ ഈ പോലീസ് വാഹനം അവരുടെ മുന്നിൽ ചെന്ന് ചേസ് ചെയ്ത് നിർത്തുന്നു. തുടർന്ന് ഇതിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റും പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു, ഡ്രൈവറെയും ക്ലീനറെയും പുറത്തേക്ക് ഇറക്കുന്നു. അപ്പോഴാണ് ഈ കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. പോലീസ് ഈ കണ്ടെയ്നറിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ അവർ തയ്യാറാവുന്നില്ല. ഇത് തുറന്ന ഉടനെ ഇതിലുണ്ടായിരുന്ന പ്രതികൾ 5 പ്രതികൾ ഓടി രക്ഷപ്പെടുകയാണ്. അവർ ഓടി രക്ഷപ്പെടുന്ന സമയത്താണ് പോലീസിന് ഒരു എൻകൗണ്ടറിലേക്ക്, ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. അങ്ങനെ 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഒരാൾ കൊല്ലപ്പെട്ടു. ഇയാൾ പാൽവാർ സ്വദേശിയാണ്. ഒരാൾ ഇപ്പോൾ ചികിത്സയിലുമുണ്ട്. 2 കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെ 3 പേർക്ക്, CI അടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. DIG തന്നെ നേരിട്ട് സംഭവ സ്ഥലങ്ങളിലെത്തി കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കേരള പോലീസിന് ഉടനെ പ്രതികളെ കൈമാറാൻ സാധ്യതയില്ല. കാരണം ഇവിടുത്തെ ചില നാമക്കലിൽ നിന്ന് നിഖിൽ പ്രമേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തമിഴ്നാട് പോലീസ് അറിയിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു നിഖിൽ പ്രമേഷ്.